ഹലോ സുഹൃത്തുക്കളെ, നമ്മളൊരു യാത്ര പോവുകയാണ്. ഖത്തറിലേക്കാണ്. കഴിഞ്ഞ ഒക്ടോബർ 11 എൻ്റെ ബ്രദറിൻ്റെ ഫാമിലി അവരുടെ അടുത്തേക്ക് പോയ ഒരു യാത്രയാണ്. അന്ന് തന്നെ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ അവൻ ഓൾറെഡി കുറേ നാളിന് മുമ്പ് ബുക്ക് ചെയ്തൊരു വണ്ടി അന്ന് ഒരു ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കിട്ടുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ ആദ്യത്തെ ഡ്രൈവിൽ ഞാനും കൂടെ ചേർന്ന് അങ്ങനെ ഇരട്ടി മധുരമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ടെങ്കിലും ഈ ഒരു യാത്ര എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായിരുന്നു. കുട്ടി പരാധീനതകളൊന്നുമില്ലാതെ വളരെ സ്വസ്ഥമായിട്ടുള്ളൊരു യാത്രയാണ്. അങ്ങനെ നമ്മൾ ഖത്തറിലെ ആ ഒരു എസ്ദാനിലാണ് അവർ താമസിക്കുന്നത്. അവിടെ നിന്ന് പുറത്തോട്ട് ഉള്ള യാത്രയാണ്. അവിടെ നമ്മൾ അടുത്താണ് അൽ ജുനൂബ് സ്റ്റേഡിയം. അങ്ങോട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ആ നടക്കുന്ന വഴികളിലൊക്കെ വളരെ ശാന്തമായൊരവസ്ഥയാണ്. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മണലിലൂടെയും അങ്ങനെ ഞങ്ങൾ അവിടെ ആ ഒരു മോളിൽ എല്ലാവിധ അറേഞ്ച്മെൻറ്റുകളുണ്ട് ആളുകൾക്ക് വിശ്രമിക്കുവാനും. ആ ഒരു വേൾഡ് കപ്പ് നടന്ന സമയത്ത് ലോകത്തുള്ള എല്ലാ വിസിറ്റേഴ്സിനും ആകർഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇനി അവർ ശ്രദ്ധിക്കുന്നത് അവരുടെ തന്നെ ആ ഒരു ആളുകളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യിക്കുക. അവിടുത്തെ പിന്നെ ഇതൊരു അടുത്തൊരു സ്റ്റേഡിയമാണ്. സ്റ്റേഡിയങ്ങൾ ഒരു 8 സ്റ്റേഡിയം, മെയിനായിട്ടുള്ള 8 സ്റ്റേഡിയങ്ങൾ വളരെ ഭംഗിയായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മിനാപോർട്ടിലൂടെ ഞങ്ങൾ അന്ന് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ്. മിനാപോർട്ടിലൂടെ മെല്ലെ നമ്മുടെ ആ ഒരു ഉൾക്കടലാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഉൾക്കടലും വലിയ ബിൽഡിങ്ങുകളുടെ ഷാഡോയിൽ നമുക്ക് നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്ന നല്ലൊരു കാഴ്ചയാണ്. അതിനോടൊപ്പം തന്നെ നല്ല കാലാവസ്ഥയും വരെ ഞങ്ങൾ പോയ സമയത്ത്. അങ്ങനെ ഈ ഖത്തർ വിശേഷങ്ങളുടെ ആ ഒരു കാര്യം ഒരുപാട് പറയാനുണ്ട്. കാരണം ഖത്തർ എന്ന് പറയുമ്പോഴത്തേക്കും പേൾ അവരുടെ ആദ്യകാല അവരുടെ ആ ഒരു വിഭവശേഷി എന്ന് പറഞ്ഞാൽ പേളായിരുന്നു. ആ പേൾ ഖനനമൊക്കെയാണ്. അത് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് എടുക്കുന്നുണ്ട്. മിനാപോർട്ടിൽ രാത്രികാല യാത്രയാണ്, ഈ കാഴ്ചയാണ്. വളരെ ഭംഗിയായിട്ട് നമുക്ക് വളരെ ശാന്തമായ നല്ല സന്തോഷം തോന്നുന്ന രീതിയിൽ നമുക്ക് നടക്കുവാനും കാഴ്ചകൾ കാണുവാനും കണ്ണും മനസ്സൊക്കെ നിറയ്ക്കുവാനൊക്കെ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഭംഗിയാണ് ഖത്തറിൻ്റെ പകലും രാത്രികളുമെല്ലാം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഞാനും എൻ്റെ ബ്രദറിൻ്റെ മോളും കൂടെയാണ് പോയത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോണിൽ തന്നെയാണ്. ഫോണിലിങ്ങനെ ഞാൻ